മറ്റ് ആശുപത്രികളിലേക്കൊന്നും തന്നെ മാറ്റാതെ പരിയാരത്ത് തന്നെ തുടരാൻ ഡോക്ടർമാരടക്കം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയങ്ങളിലടക്കം തന്നെ മന്ത്രി ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തെ കാണണം, തൻ്റെ ചികിത്സ തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്നൊരു ആവശ്യമായിരുന്നു മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് മന്ത്രിയുടെ ആരോഗ്യനില പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ചേർന്ന മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ഇപ്പോൾ ഈ ഒരു മാറ്റുന്ന കാര്യത്തിലേക്ക് അടക്കം ഒരു തീരുമാനമുണ്ടായത്. അതിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് മന്ത്രിയുടെ കഴുത്തിനായിരുന്നു വേദന ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഇപ്പോൾ ശരിയായി വന്നിട്ടുണ്ട്. ഈ രക്തസമ്മർദ്ദമടക്കം തന്നെ ഇപ്പോൾ ശരിയായി വന്നിട്ടുണ്ട്. രക്തസമ്മർദ്ദം കൂടുതലായിരുന്നു, അതെല്ലാം ഇപ്പോൾ തന്നെ സാധാരണ നിലയിലേക്ക് വന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിയെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരിക്കുന്നത്. 4 മണിയോടുകൂടിയാണ് ഈ ആശുപത്രിയിൽ നിന്നും മന്ത്രി തിരിച്ചിട്ടുണ്ടായിരുന്നത്. നൂറൽ, KSU പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു എന്ന ഒരു വാർത്തയാണ് ലഭിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തത്. കൂടുതൽ വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് ഇപ്പോൾ ആശുപത്രി വിട്ടു എന്നൊരു വാർത്ത ലഭിക്കുന്നത്. ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു എന്നാണ് വിവരം. രക്തസമ്മർദ്ദമൊക്കെ സാധാരണ നിലയിലെത്തിയെന്നാണ് മെഡിക്കൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.